എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്തൊരു വാർത്തയാണ്, അതായത് അധികം ചർച്ചയാക്കാൻ സാധ്യതയില്ലാത്തൊരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അതായത് ഈ ഉമർ ഫൈസി മുക്കം എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ ദിവസം അരീക്കോട് എന്നൊരു പരിപാടിയിൽ കടുത്ത ഹിന്ദു വിരുദ്ധത, അതായത് ഹിന്ദു ദേവിദേവന്മാരെ ആക്ഷേപിച്ച് നടത്തിയൊരു പ്രസ്താവന കേരളത്തിലെ അധികം മാധ്യമങ്ങൾ അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ, അതായത് ഈ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പറയുന്ന അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പരിപാടി, ഈ സുഡാപ്പിയുടെ എന്തോ പരിപാടി കേട്ടോ, അതിനിടയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ചില ആൾക്കാർ ഇപ്പോൾ ശിവന്റെ ലിംഗവും പാർവതിയുടെ യോനിയൊക്കെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവിടെ പള്ളിയുണ്ടോ, അതെന്തെങ്കിലും പള്ളികളുണ്ടോ എന്നൊക്കെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തപ്പി ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇന്ത്യയിലെ കോടതികളെ സപ്പോർട്ടും, അതായത് അങ്ങനെ തപ്പി ഇറങ്ങുന്ന ആൾക്കാർക്ക് കോടതി പറയും അവിടെ സർവേ നടത്തണം, പിന്നീട് ഭാവിയിൽ അത് പൊളിച്ചെറിഞ്ഞ അമ്പലം പണി. ഇതൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ കടുത്ത മതനിന്ദയാണ് അവിടെ നടത്തിയത്. ഹൈന്ദവ നിന്ദ, ദേവിദേവന്മാരെ അപമാനിച്ചത് ശരിക്കും ഒരു ഹൈന്ദവ നിന്ദയാണ്. ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ, അതായത് ആരും പ്രത്യക്ഷത്തിൽ ഇതിനെതിരെ സംസാരിക്കുന്നതായിട്ട് ആരും കണ്ടില്ല. അതായത് ശരിക്കും ഇതിപ്പോൾ ഒരു ജയിലിൽ പിടിച്ചിട്ട് രണ്ടെണ്ണം പിടപെടക്കേണ്ട കേസാണ്. ജാമ്യമില്ല വകുപ്പ് ചുമത്തിയിട്ട് ഇയാൾ ജയിലിൽ അടക്കേണ്ട കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. കടുത്ത മതനിന്ദ. ശരിക്കും ഇവിടുത്തെ പിണറായി വിജയൻ്റെ പോലീസിന് ധൈര്യമുണ്ട്. അത് പിണറായി വിജയന് നട്ടലുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് ജയിലിനകത്തിട്ടിട്ട് ഇയാൾക്കെതിരെ കേസെടുക്കണം. അതായത് ഇങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും ഇങ്ങനെ ഹിന്ദു ദേവന്മാരെ ആക്ഷേപിക്കുകയും ഹിന്ദു സിംബൽസ് പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇവർ പലതരത്തിലും ഈ ഒളിഞ്ഞും പാത്തും ഒക്കെ ഈ ഹൈന്ദവ ദേവിദേവന്മാരെയും ഹൈന്ദവ സിംബൽസിനൊക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവർ വീണ്ടും ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവരെ മതത്തിലെ ഒരു എന്തെങ്കിലും കാര്യത്തെ ആരെങ്കിലും വിമർശിച്ചോ ഇങ്ങനെ പരിഹസിക്കുകയോ ചെയ്ത് എന്താ അവസ്ഥ? നമുക്കറിയാം, നമ്മുടെ ജോസഫ് മാഷ് തൊടുപുഴയിലെ ജോസഫ് മാഷെ കൈവെട്ടിയ കേസിന് എന്താണ്, അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോ ഒരു കാര്യം പരാമർശിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കൈവെട്ടിയത്. അത് അവർ നടപ്പിലാക്കിയ ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കിയത്, അതായത് ഓപ്പോസിറ്റായിട്ട് കൈവെട്ടിക്കളയുക. അപ്പോൾ അത്തരത്തിൽ ഇത്ര അസഹിഷ്ണുതയുള്ള ആൾക്കാർ ഈ മറ്റു മതസ്ഥരെ ഇങ്ങനെ മറ്റു മതത്തിലെ ദേവിദേവന്മാരെയും അവരുടെ സിംബൽസിനൊക്കെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അവർക്ക് എവിടുന്നാണ് ഈ ഊർജ്ജം കിട്ടുന്നത്? അവർക്കറിയാം അത് മറ്റുള്ളവർ പ്രതികരിക്കില്ല. അവർ അങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് പറഞ്ഞുതരാം എന്താണ്. അതായത് മലയാളത്തിലെ മീഡിയ എല്ലാത്തിലും അങ്ങനെ, സോഷ്യൽ മീഡിയയിലെ എല്ലാ മീഡിയയിലും ഇവരുടെ അതിപ്രസരമാണ്. അതായത് ഇവർക്ക് ഇതൊക്കെ ഹറാമാണ് കേട്ടോ. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മേഖലയും അവർക്ക് ഹറാമാണ്. സിനിമ ഹറാമാണ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ ഹറാമാണ്. പക്ഷേ എല്ലാത്തിലും ഇവരെ ആൾക്കാരാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇവരെ ആൾക്കാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിലൊരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഏത് ഇങ്ങനെയുള്ള ആൾക്കാരും മറ്റ് അന്യമത നിന്ദ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിയ വാർത്തയാക്കാതെ അതിനൊരു കോമഡി പരിവേഷം നൽകി, അങ്ങനെ ഒരു കോമഡി പരിവേഷം നൽകി അതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഇവിടെയുണ്ട്. അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയയിലും അത് ചെയ്യുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഫണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. ശരിക്കും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാതെ മിണ്ടാതെ വാലും ചുരുട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് ഇവർ ഇവരെ തൊടുപുഴയിലേക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മേലാൽ ഇനി അങ്ങനെ വാക്ക് പറയാൻ പറ്റില്ല. അവർക്ക് പറയാനുള്ള ധൈര്യം വരില്ല. ശരിക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഉത്തർപ്രദേശിലായിട്ട് നടന്നെന്ന് ആലോചിച്ച് നോക്കി. തൂക്കിയെടുത്ത് ജയിലിട്ടുണ്ടാവും, അവൻ്റെ വീടിടിച്ച് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തിയിട്ടുണ്ടാവും. ശരിക്കും ഇങ്ങനെയാണ്. അതൊരു മെസ്സേജാണ്, സൊസൈറ്റിക്ക് ഒരു മെസ്സേജാണ്. അതായത് ഇത്തരത്തിലുള്ള മതനിന്ദ ഒരിക്കലും നടത്തരുത്. അത് നടത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശിക്ഷ കിട്ടുന്നൊരു മെസ്സേജാണ്. അപ്പോൾ ഇവർ കണ്ടില്ലേ, അതായത് ഉപയോഗിച്ച വാക്ക് തന്നെ ഉണ്ടല്ലേ, അത് ശിവൻ്റെ ലിംഗം. ഇവരെല്ലാം ഇതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇവർ സാധാരണ മനുഷ്യർ, മറ്റു മതസ്ഥരും സാധാ ജനങ്ങൾ ചിന്തിക്കുന്നത് തലച്ചോറുകൊണ്ടാണ്. ഇവർ ചിന്തിക്കുന്നത് നേരെ ഈ ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ലിംഗം. അതായത് ഇപ്പോൾ എന്താ പറയുന്നത്, ശിവലിംഗം, ശിവൻ്റെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ശിവലിംഗത്തിൻ്റെ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഈ സുഡാപ്പികളൊക്കെ വന്ന് കമൻ്റ് ഇടും. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് കമൻ്റ് ഇടും. ശിവലിംഗം എന്നത് ശിവൻ്റെ ലിംഗമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സുഡാപ്പികൾ. അപ്പോൾ എന്ത് തന്നെയായാലും, അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നതും അവരെ പൂർവികർ അവരെ പഠിപ്പിച്ചതും അവരെ മതത്തിൽ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്തും ഇതിനെ കൊണ്ട് ചിന്തിക്കുകയാണ്. ഇവരുടെ മതത്തിലൊരു ആത്മീയത എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. എല്ലാം ഈ ഒരു ലൈംഗികത ബേസ് ചെയ്തിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും. അത് കണ്ടില്ലേ, ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകണം, സ്വർഗ്ഗത്തിൽ പോയിട്ട് ഹൂറികളെടുത്ത് പോകണം, അവർ ഭോഗിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും പരമമായ ആത്മീയത എന്ന് പറഞ്ഞ സാധനം.
അപ്പോൾ അവരെന്നെ പറയുന്നില്ല, അതായത് ചില ഉസ്താദന്മാരെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അതായത് സ്വർഗ്ഗത്തിലെ ഹൂറിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഉടയാത്ത അവരെ പരിപാടികളൊക്കെ ഒന്നും ഉടയില്ല, എത്ര വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞ ആൾക്കാരെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്ന കുട്ടികൾ. അപ്പോൾ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഇവർ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് ഈ ഒരു അമിതമായ ലൈംഗികമായി ചിന്തിക്കാനും ഈ ലൈംഗികത ബേസ് ചെയ്തിട്ടാണ് ഇവരെ മതം തന്നെ നിലനിൽക്കുന്നത്. അതായത് അവരെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകണം, ഹൂറികളെ പ്ലക്കണം, അതൊക്കെയാണ് ഇവരെ മെയിനായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്, ശരിക്കും ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ച ഇയാളെ പിടിച്ച് പിണറായി വിജയൻ്റെ പോലീസിന് നട്ടലുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടുക വേണ്ടേ അല്ലേ? അതായത് അങ്ങനെ വലിയ ഒന്ന് രണ്ട് മീഡിയ മാത്രമേ, ജനൻ ടി വി അങ്ങനെ ഒന്ന് രണ്ട് ചാനൽ മാത്രമേ ഇത് കാണിച്ചുള്ളൂ. അതപ്പോൾ വേറൊരു ചാനൽ കാണിച്ചു തന്നെ അതിനെ ഒരു നിസാരവൽക്കരിച്ച് അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിന് പുതിയ മാനങ്ങൾ നൽകി പുതിയ വെർട്ടിക്കൽസൊക്കെ നൽകിയിട്ടാണ് അവർ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ശരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കണം എന്നിട്ട് ഇവർക്ക് ഭയങ്കര മതേതര ലേബലും കേട്ടോ. ഇവർ ഭയങ്കര മതേതരാണ്. ഇത് നേരെ മറിച്ച് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇസ്ലാം മതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ? അവിടെ ജനക്കൂട്ടം വിചാരണ ചെയ്ത് കൊലപ്പെടുത്തും. അതാണ് അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ വാർത്തകൾ. ബംഗ്ലാദേശിലായാലും ഇതൊക്കെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്ക് എന്തും ആവാം. ശരിക്കും ഇതിനൊക്കെ തക്കതായ ശിക്ഷ അപ്പം കൊടുത്തില്ലെങ്കിൽ അവർ വീണ്ടും അധികം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊരു ശീലമായി മാറും. അതാ ഈ മറ്റു മതസ്ഥരെ പുറത്ത് അവർക്ക് കുതിര കയറാം, പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത അറ്റാക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുല്യനീതി ആയിരിക്കണം. ആരും വിമർശിക്കാൻ എന്തും പറയാനുള്ള ഒരു സെറ്റപ്പ് വേണം. അല്ലാതെ ഇങ്ങനെ എന്താ പറയേണ്ട ഒരു മതത്തിനെ മാത്രം നിന്ദിക്കുന്ന തരത്തിലേക്ക് പോയിട്ട് ഇവിടെ പോലീസ് ഭരണകൂടവും കൈയും കെട്ടി നോക്കിയിരിക്കുന്നത് ശരിയല്ല. ഇത് എന്താ പറയുക, ഇവിടുത്തെ ഹൈന്ദവരെ ഇവിടുത്തെ മറ്റു മതസ്ഥരെ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും നമുക്ക് മനസ്സിലിരിപ്പും അവരുടെ പ്രവർത്തികളും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്ത് തന്നെയാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത അധികം ചർച്ചയാക്കില്ല. അതായത് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ വരുന്ന വാർത്തകൾ മുക്കാൻ അവർക്കറിയാം. അതിനുള്ള എന്താ പറയുക എക്കോസിസ്റ്റം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ ഇവിടുത്തെ സുഡാപ്പികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എക്കോസിസ്റ്റം ഈ വാർത്തയും മുക്കും ഉറപ്പാണ്. എന്ത് തന്നെയാലും നമുക്ക് നോക്കാം. പിണറായി വിജയൻ്റെ പോലീസ് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കും, ഇയാളെ പിടിച്ച് ജയിലിടുമെന്ന് നോക്കാം. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാം.